ഹായ്, നമുക്കിന്ന് മലപ്പുറംകാരുടെ നല്ല ഇഷ്ടപ്പെട്ടൊരു വിഭവമായ എന്താ പറയുക കായ്പോള ഉണ്ടാക്കാം. അവിടെ എല്ലാ വീടുകളിലുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം. നമുക്കും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാം. ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നിരുന്നാൽ പെട്ടെന്നൊരു ചായ ഇട്ട് ഇതാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ ഉള്ളത് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് രണ്ടായിട്ട് കീറിയിട്ടിങ്ങനെ കുഞ്ഞായിട്ട് വട്ടത്തിന് അരിഞ്ഞിട്ട് ഇതൊരു 2 പഴമാണ്. പിന്നെ അതിലേക്ക് ഒരു ശകലം നെയ്യ് ഒഴിച്ച് ഒന്ന് വാട്ടാനുള്ള നെയ്യ് മാത്രം ഒഴിച്ച് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി കായ്പോളയ്ക്ക് വേണ്ട മറ്റ് സാധനങ്ങളാണ്. ഒരു 4 മുട്ട പൊട്ടിച്ചത്, ഒരു തരി ഏലക്കാപ്പൊടി, ഏലക്കാടെ പൊടി, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ പാൽപ്പൊടി. ഇത്രയായിട്ട് ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഈ ഏത്തക്ക വഴറ്റി വെച്ചേക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് ചുവട്ടിലൊന്നാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ കൂട്ടൊഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വെന്തെടുക്കാൻ. തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു സൈഡ് റെഡിയായി കഴിയുമ്പം മറിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതുപോലെ ഇച്ചിരി നട്ട്സ്, മുന്തിരിയും ഇതെല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെതറി കൊടുക്കാം. ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ, അല്ലാത്തവർക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് വറുത്തെടുത്ത ഇതേ സോസ്പാനിൽ തന്നെ നമുക്ക് തിരിച്ചിടാം. ഇത് അല്ലാതെ ഇങ്ങനെ മറിച്ചെടുക്കാൻ പറ്റുകയില്ല. നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് തിരിച്ചിടാം. തിരിച്ചിട്ട് ഇതുപോലെ അടപ്പ് വെച്ച് അടച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല രസമുള്ളൊരു സംഭവമാണ് കേട്ടോ. കഴിക്കാൻ നല്ല രസമാണ്. നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല രസമുള്ളൊരു സംഭവമാണ്. എന്താ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 4 മണിക്ക് മക്കൾ കയറി വരുമ്പോൾ മുട്ട മാത്രം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മുട്ടയുടെ ആവും. പിന്നെ എന്താ പറയുക, അവരുടെ വിശപ്പും മാറും. കഴിക്കാൻ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു പലഹാരം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.